إن الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار أيها الإخوة والأخوات أوصيكم وإياي أولا بتقوى الله يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون أعوذ بالله من الشيطان الرجيم منها خلقناكم وفيها نعيدكم ومنها نخرجكم تارة أخرى. ബഹുമാന്യരായ സഹോദരങ്ങളെ, സത്യവിശ്വാസികളെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ മതമായ ഇസ്ലാമിൻ്റെ നിയമനിർദ്ദേശങ്ങൾ പാലിച്ചുകൊണ്ട് അവസാനത്തെ പ്രവാചകനായ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച ദീനിനെ കാര്യഗൗരവത്തോടെ മനസ്സിലാക്കി ജീവിതത്തിൽ കൊണ്ടു നടക്കുവാൻ നാം ഓരോരുത്തരും ആത്മാർത്ഥമായി പരിശ്രമിക്കണമെന്ന് എന്നെയും നിങ്ങളെയും ഓർമ്മപ്പെടുത്തുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. അള്ളാഹുവിൻ്റെ അനുഗ്രഹങ്ങൾക്ക് നന്ദി കാണിച്ച് നല്ലവരായി ജീവിക്കുന്ന ആളുകളിൽ നമ്മെ എല്ലാം അള്ളാഹു ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. ഒരു മനുഷ്യൻ്റെ ജീവിതത്തിലെ ജനനം എത്രമാത്രം സത്യമാണ്, അതുപോലെ അവൻ്റെ മരണവും സത്യമാണ്. ഉലമാക്കന്മാർ പറയാറുണ്ട്, 4 വീടുകളിൽ ഒരു മനുഷ്യൻ താമസിക്കണം. ഒന്നാമത്തെ വീട് മാതാവിൻ്റെ ഗർഭപാത്രത്തിനകത്താണ്. അത് ഒരു മാക്സിമം 9-10 മാസക്കാലമാണ് അതിൻ്റെ കാലാവധി. അത് കഴിഞ്ഞാൽ അയാൾ പുറത്ത് വരണം, ഇല്ലെങ്കിൽ സർജറി ചെയ്ത് അയാളെ പുറത്തെടുക്കണം കുഞ്ഞിനെ. എന്നാൽ രണ്ടാമത്തെ അവൻ്റെ താമസ സ്ഥലം ഈ ദുനിയാവാണ്. ഈ ദുനിയാവിൽ അവൻ എപ്പോൾ ജനിക്കുന്നുവോ ആ സമയം മുതൽ അവൻ്റെ മരണം വരേക്കും അവന് താമസിക്കാനുള്ള വീടാണ് ദുനിയാവ്. ആയുസ്സിൻ്റെ ഏറ്റക്കുറച്ചിലുകളൊക്കെ ഉണ്ടാകും. അവസാനത്തെ ഉമ്മത്തായ പ്രവാചകന്റെ ഉമ്മത്തിനെ കുറിച്ച് പറഞ്ഞത് 60-ന്റെയും 70-ന്റെയും ഇടയിലാണ് അവരുടെ ആയുസ്. അതുകൊണ്ട് തന്നെ ഈ ദുനിയാവിൽ ജീവിക്കുന്ന മനുഷ്യൻ ഏത് സമയവും ഇവിടെ നിന്ന് അടുത്ത വീട്ടിലേക്ക് താമസം മാറണം. ഇത് സ്ഥിര വീടല്ല, ഇത് ദാറുൽ ഫനാ, നശിക്കുന്ന വീടാണ്. ഇത് പൊളിയുന്ന വീടാണ്. ഇവിടെ ആരും സ്ഥിരതാമസമില്ല. ഇനി മൂന്നാമതൊരു വീട്ടിലേക്ക് എല്ലാ മനുഷ്യരെയും മാറ്റണം, മാറി താമസിച്ചേ പറ്റൂ. അത് ബർസഖാണ്. ഖബർ എന്ന് നമ്മൾ വിശേഷിപ്പിക്കുന്ന ആ ലോകം, പിന്നീട് ഉയർത്തെഴുന്നേൽപ്പ് നാൾ വരെ അയാൾ താമസിക്കുന്ന ഇടത്തിന് പറയുന്ന പേരാണ് ബർസഖ്. ഈ ഖബർ മുതൽ ആ പരലോകത്ത് എഴുന്നേൽക്കുന്നത് വരെയുള്ള ഒരു മറയായിട്ടാണ് ഖുർആൻ അതിനെ പരിചയപ്പെടുത്തിയത്. വമിൻ വറാഇഹിം ബർസഖുൻ ഇലാ യൗമി യുബ്അസൂൻ. ഉയർത്തെഴുന്നേൽപ്പ് നാൾ വരെ അവൻ്റെ പിന്നിൽ ഒരു മറയുണ്ട്. ആ മറയാണ് ബർസഖ്. അവിടെ അവന് രക്ഷയും ശിക്ഷയും ലഭിക്കപ്പെടുന്ന ഒരു ലോകം അവനെ കാത്തിരിക്കുന്നുണ്ട്. ഇസ്ലാം ആ രംഗം പഠിപ്പിക്കുന്നിടത്തൊക്കെ പറയുന്ന 4മതൊരു താമസ സ്ഥലമാണ് അവസാനത്തെ അവൻ്റെ താമസ സ്ഥലം. ഇമ്മാ ഫിൽ ജന്നതി വ ഇമ്മാ ഫിന്നാർ.
ഒന്നുകിൽ സ്വർഗം, അതായിരിക്കും ചില ആളുകളുടെ സ്ഥിരതാമസം. വഇമ്മാ ഫിന്നാർ, ചിലരുടെ സ്ഥിരതാമസം നരകമായിരിക്കും. അതാണ് അവസാനത്തെ വീട്. ആ നിലക്ക് നമ്മൾ ചിന്തിച്ചാൽ ആ വിശാലമായ പരലോകത്തേക്കുള്ള നമ്മുടെ ചെറിയ ചെറിയ ഇടത്താവളങ്ങൾ മാത്രമാണ് ദുനിയാവ്. അതുകൊണ്ട് തന്നെ ഇവിടെ ജീവിക്കുന്ന മനുഷ്യന്റെ മരണത്തെക്കുറിച്ചും മരണാനന്തര കർമ്മങ്ങളെക്കുറിച്ചും ഇസ്ലാം ഗൗരവത്തോടെ പഠിപ്പിച്ചു കൊടുത്തു. ആ മരണം പോലും മറ്റൊരു താമസ സ്ഥലത്തേക്കുള്ള മാറി താമസിക്കലാണ്. കുളിപ്പിച്ച് വൃത്തിയാക്കി അവനെ കഫൻ പുടവയിൽ പൊതിഞ്ഞ് 6 അടി മണ്ണിലേക്ക് അവനെ ഇറക്കി വെക്കുന്നു. ആ മണ്ണിനെ കുറിച്ചാണ് വിശുദ്ധ ഖുർആൻ സൂറത്ത് ത്വാഹയിലെ 55-ാമത്തെ ആയത്തിൽ മിൻഹാ ഖലഖനാകും, നിങ്ങളെ നാം അതിൽ നിന്നാണ് സൃഷ്ടിച്ചത്. ആദം നബി അലൈഹിസ്സലാമിന്റെ ജീവിത ചരിത്രം തുടക്കം കുറിക്കുന്നത് മണ്ണിന്റെ സത്തയിൽ നിന്നാണ്. അതുകൊണ്ട് മനുഷ്യന്റെ സൃഷ്ടിപ്പ് മണ്ണിൽ നിന്നാണ്. വഫീഹാ നുഈദുകും, അവസാനം മനുഷ്യരൊക്കെ ചേർന്ന് പോകുന്നതും ആ മണ്ണിലേക്കാണ്. അവിടെ അവസാനിക്കൂല. വമിൻഹാ നുഖ്രിജുകും താറതൻ നുഖ്റാ, ഒരിക്കൽ കൂടെ ആ മണ്ണിൽ നിന്ന് അവനെ പുറത്ത് കൊണ്ടുവരുന്നതാണ്. ഈ ഓർമ്മപ്പെടുത്തൽ നമുക്ക് ഇടയ്ക്കിടയ്ക്ക് ആവശ്യമാണ്. അതുകൊണ്ട് ഫിഖ്ഹിന്റെ കിതാബുകളിൽ ജനാസയുമായി ബന്ധപ്പെട്ട വിശദീകരണങ്ങൾ ഒരുപാട് കൊടുത്തിട്ടുണ്ട്. അതൊക്കെ ഒന്ന് വായിച്ചു നോക്കിയാൽ നമ്മൾ എത്രമാത്രം ഈ വിഷയത്തിൽ ആ ഒരു ജനാസയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ മാത്രം എത്ര പഠിക്കാനുണ്ട്. ഒരു വിഷയം അങ്ങനെ 100 കണക്കിന് വിഷയങ്ങൾ നമുക്ക് പഠിക്കാനുണ്ട് എന്ന ബോധ്യം നമുക്ക് വേണം. എനിക്കറിവില്ല, ഞാൻ തീരെ വായിച്ചിട്ടില്ല, ഞാൻ തീരെ പഠിച്ചിട്ടില്ല എന്ന ഓരോരുത്തരുടെയും ബോധ്യം പറയുന്ന എനിക്കും നമുക്ക് ഓരോരുത്തർക്കും വേണം. എനിക്ക് തീരെ അറിവില്ല എന്ന ബോധം വേണം. അപ്പൊ നമ്മൾ കേൾക്കും, അപ്പൊ പഠിക്കും, അപ്പൊ വായിക്കും. മിഴി തുറന്ന് ചിന്തകളോടെ ചെവി കൊടുത്ത് നമ്മൾ കേൾക്കാൻ തുടങ്ങും. എനിക്കിതൊന്നും അറിയേണ്ടതില്ല എന്ന് തോന്നിയാൽ പിന്നെ അയാൾ പഠിക്കില്ല. ഉലമാക്കന്മാർ കിതാബിൽ രേഖപ്പെടുത്താണ്, ഒരു ജനാസയെ മറവ് ചെയ്യുന്നതിൻ്റെ മുമ്പ് നമസ്കരിക്കണമെന്ന് പഠിപ്പിച്ചു. ഒരു ജനാസയെ കൊണ്ടുപോകുമ്പോൾ നിങ്ങൾ ആ ജനാസന്റെ പിന്നിൽ അനുഗമിക്കണമെന്ന് പഠിപ്പിച്ചു. ഒരു ജനാസയുടെ നമസ്കാരമുണ്ടെന്ന് അറിഞ്ഞാൽ അവിടെ ഓടിക്കൂടുന്നത് വിശ്വാസികൾക്ക് എത്ര ഗുണകരമാണ്. ജനാസ നമസ്കാരം ഗൗരവത്തോടെ കാണണം. പങ്കെടുക്കാൻ പറ്റാവുന്നിടത്തോളം നമ്മൾ അവിടെ ഉണ്ടാവണം. മനിത്തബഅ ജനാസത മുസ്ലിമിൻ ഈമാനം വഹ്തിസാബാ, ഏതെങ്കിലും ഒരു മനുഷ്യൻ, ഒരു മുഅ്മിനായ ഈമാനുള്ള പ്രതിഫലം പ്രതീക്ഷിച്ച ഒരു മനുഷ്യൻ ഒരു ജനാസന്റെ പിന്നാലെ നീങ്ങിയാൽ അവന് വലിയ ഖിറാത്തുകൾ പ്രതിഫലം പറഞ്ഞിട്ടുണ്ട്. മാ മിൻ മയ്യിതിൻ യുസല്ലി അലൈഹി ഉമ്മത്തുൻ മിനൽ മുസ്ലിമീൻ, മുസ്ലിമീങ്ങളിൽ നിന്ന് ഏതെങ്കിലും ഒരാൾ മയ്യിത്തിന് വേണ്ടി നമസ്കരിക്കുകയാണ് ഉമ്മത്ത് മുസ്ലിമത്തിൽ നിന്ന്, യബ്ലുഗൂന അൻ യകൂനൂ മിഅ, ആ മനുഷ്യന്റെ ജനാസക്ക് വേണ്ടി നമസ്കരിക്കുന്നവർ 100 പേരുണ്ടെങ്കിൽ ഫയശ്ഫഊന ലഹു, എന്നിട്ട് അവർ ആ ജനാസക്ക് വേണ്ടി ശഫാഅത്ത് ചോദിക്കുന്നു. അല്ലാഹുമ്മഗ്ഫിർ ലഹു വർഹംഹു വആഫിഹി വഅഫു അൻഹു എന്നങ്ങനെ ശഫാഅത്ത് ചോദിച്ച് പ്രാർത്ഥിക്കുകയും ചെയ്താൽ ഇല്ലാ ശുഫിഉ ഫീ, അവരുടെ ശഫാഅത്ത് സ്വീകരിക്കപ്പെടുന്നതാണ്. നമ്മൾ മരിച്ചാൽ ഒരു 100 പേര് ജനാസ നമസ്കരിക്കുന്ന കൂട്ടത്തിൽ ശഫാഅത്ത് ചോദിച്ച് മയ്യിത്തിന് വേണ്ടി, ഗുണത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്ന 100 പേര് ഉണ്ടാവണം. അതെങ്ങനെ ഉണ്ടാവുക? അത് സമൂഹത്തിൽ ഇറങ്ങി പ്രവർത്തിക്കണം. നമ്മൾ ഒഴിഞ്ഞ ഒരു ഭാഗത്ത് നമ്മുടെ കാര്യം, നമ്മുടെ കച്ചവടം, നമ്മുടെ ജോലി, നമ്മുടെ പണം മാത്രം നോക്കിയിരുന്ന നമ്മൾ മരിച്ചു എന്ന് പറഞ്ഞ ഒരു സ്റ്റിക്കറും നിൽക്കും. ഇല്ലെങ്കിൽ നമ്മുടെ ജനാസക്കരികിലേക്ക് ആളുകൾ ഒഴുകും. 1, 2, 3 തവണ ജമാഅത്ത് നമസ്കരിക്കേണ്ടുന്ന അവസ്ഥ ഉണ്ടാകും. നമ്മളും സമൂഹവും തമ്മിൽ എത്ര ബന്ധമുണ്ടോ, നമ്മളും കുടുംബം തമ്മിൽ എത്ര ബന്ധമുണ്ടോ, നമ്മളും നാട്ടിലെ മനുഷ്യരോടും അയൽവാസികളോട് എത്ര ബന്ധമുണ്ടോ, അതിനനുസരിച്ച് ജനാസന്റെ ബാക്കിലുള്ള സഫുകളുടെ എണ്ണം കൂടും. അത് പെട്ടെന്നുണ്ടാകുന്ന ഒന്നല്ല. ഹദീസിൽ പറഞ്ഞ വാക്ക്, മാ മിൻ റജുലിൻ മുസ്ലിമിൻ യമൂത്ത്, ഒരു മുസ്ലിമായ മനുഷ്യൻ മരിക്കുമ്പോൾ ഫയഖൂമു അലാ ജനാസതിഹി 40 റജുല,
40 ആളുകൾ ഒരു മയ്യത്തിന് വേണ്ടി നമസ്കരിക്കുന്നു. എങ്ങനെയുള്ള ലാ യുശ്രികൂന ബില്ലാഹി ശൈആ, ഒരിക്കലും ജീവിതത്തിൽ ശിർക്ക് ചെയ്യാത്തവരായവർ. ഇല്ലാ ശഫഅഹുമുല്ലാഹു ഫീഹി, അവർ ആ ജനാസക്ക് നടത്തുന്ന ശഫാഅത്താകുന്ന പ്രാർത്ഥന സ്വീകരിക്കാതിരിക്കില്ല. ആരെങ്കിലും ഒരുമിച്ച് കൂടിയിട്ട് കാര്യമില്ല. നല്ല കറകളഞ്ഞ തൗഹീദിന്റെ വക്താക്കൾ അതിന് തൗഹീദിന്റെ കൂടെ ഉണ്ടാവണം. ഞാനത് മാത്രം വിഷയം പറയാ. ഇനിയും ഉലമാക്കന്മാര് പറയാണ്, എത്ര പ്രായമുള്ളവർക്ക് വേണ്ടി നമ്മൾ നമസ്കരിക്കണം. ഗർഭിണിയായ ഒരു ഉമ്മ 4 മാസം പ്രായമാകുന്ന കുഞ്ഞിൻ്റെ 4 മാസം മാത്രം വയറിനകത്ത് ആയിട്ടില്ല, 3 3.5 ആയിട്ട് പ്രായമായിട്ടുള്ളുവെങ്കിൽ ആ കുട്ടിക്ക് വേണ്ടി നമസ്കാരം ആവശ്യമില്ല. എന്നാൽ റൂഹ് ഊതപ്പെടുന്ന 4 മാസം തികഞ്ഞ ഗർഭിണിയാണ്, ആ കുഞ്ഞാണ് ഗർഭകാലത്ത് മരിക്കുന്നതെങ്കിൽ, അല്ലെങ്കിൽ 4 മാസം കഴിഞ്ഞ ഒരു കുഞ്ഞിനെ പെട്ടെന്ന് പ്രസവിച്ചുകൊണ്ട് മരിക്കുകയാണെങ്കിൽ അവിടുന്ന് കാണാം, 4 മാസം തികഞ്ഞുള്ള ഏതേത് ജനാസക്കും നിങ്ങൾ നമസ്കരിക്കണം. അത്തരത്തിലുള്ള കുഞ്ഞുങ്ങൾ മരിച്ചാൽ ആ നമസ്കാരത്തിൽ അവരുടെ മാതാപിതാക്കൾക്ക് റഹ്മത്തിന് വേണ്ടിയിട്ട് നിങ്ങൾ പ്രാർത്ഥിക്കുകയും വേണം. വിശദീകരിച്ചിട്ടുണ്ട്. കുഞ്ഞ് മരിച്ചാൽ കുഞ്ഞിന് വേണ്ടിയുള്ള ജനാസ നമസ്കാരത്തിൽ പ്രത്യേക പ്രാർത്ഥനയും പഠിപ്പിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ നാട്ടിൽ പല തരത്തിലുള്ള പല കാറ്റഗറിയിലുള്ള ജനാസകൾ വരാറുണ്ട്. അതിൽ എപ്പോഴൊക്കെ പല ആളുകളും സംശയമായി ചോദിക്കാറുണ്ട്, ആത്മഹത്യ ചെയ്ത് ജനാസ വന്നാൽ ഞങ്ങൾ എന്താ ചെയ്യേണ്ടത്? പലരും വിളിക്കും, കുടുംബക്കാരൊക്കെ വിളിക്കും, നിസ്കരിക്കാൻ പറ്റുമോ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലഘട്ടത്തിൽ സമാനമായ ഒരു സംഭവം നടന്നു. ഒരു വ്യക്തി ജനാസ കൊണ്ടുവരപ്പെട്ടു, ആത്മഹത്യ ചെയ്യപ്പെട്ടവനായിരുന്നു. ഉത്തിയൻ നബിയു സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ബിറജുലിൻ, ഒരാളെ കൊണ്ടുവരപ്പെട്ടു. ഖതല നഫ്സഹു, അയാൾ ആത്മഹത്യ ചെയ്തവനാണ്. ബിമശാഖിസ, അങ്ങനെ ഫലം യുസല്ലി അലൈഹി, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന അവരുടെ നേതാവ്, അന്നത്തെ അവരുടെ ഇമാമായി നിൽക്കേണ്ട നബി തങ്ങൾ ആ ജനാസക്ക് വേണ്ടി നമസ്കരിച്ചില്ല. എന്നാൽ ചുറ്റും കൂടിയ സ്വഹാബത്ത്, അദ്ദേഹത്തിന്റെ ബന്ധുക്കൾ, പ്രിയപ്പെട്ട അയൽവാസികൾ അവർ നമസ്കരിക്കുന്നുണ്ട്. അവരെ നബി തങ്ങൾ ഒരിക്കലും തടഞ്ഞിട്ടില്ല. എന്താ പഠിക്കേണ്ടത്? ആത്മഹത്യ ചെയ്ത ജനാസക്ക് ഒരു നാട്ടിലെ ബഹുമാനിക്കപ്പെടുന്ന നേതാക്കന്മാർ, ഇമാമിങ്ങൾ നിന്ന് നമസ്കരിക്കാതിരിക്കുക, സാധാരണക്കാരായ കുടുംബക്കാർ അവർക്ക് നമസ്കരിക്കാം എന്ന് ഉലമാക്കന്മാർ അതിൻ്റെ അടിസ്ഥാനത്തിലാണ് പറയുന്നത്. ഒരു കാര്യം കൂടെ മനസ്സിലാക്കണം, 2024 കഴിഞ്ഞിരിക്കുന്ന 2025 അവസാനത്തേക്ക് എത്തുക. കഴിഞ്ഞ വർഷത്തെ കണക്ക് റിപ്പോർട്ടുകൾ വന്നപ്പോൾ കേരളത്തിൽ 10,779 ആത്മഹത്യ നടന്നു. നമ്മളെ ഒറ്റ കേരളമാകുന്ന ഒരൊറ്റ സംസ്ഥാനത്ത്. നിങ്ങൾ എന്തൊക്കെ പുരോഗതി ഉണ്ട്, എന്തൊക്കെ വലിയ സംസ്കാരമുണ്ട് എന്നൊക്കെ പറഞ്ഞാലും മാറ്റമില്ലാത്ത ഒന്നുണ്ട്, മനുഷ്യന്റെ കോൺഫിഡൻസ്, മനുഷ്യന്റെ മനോനില, മനുഷ്യന്റെ സമ്മർദ്ദങ്ങൾ. ഇത് ഇപ്പോഴും ഇവിടെ അവസാനിച്ചിട്ടില്ല എന്നും എത്ര നമ്പർ 1 എന്ന് പറഞ്ഞാലും ഈ കണക്കുകൾ നമ്മുടെ മുമ്പിലുള്ള ചോദ്യചിഹ്നമാണ്. ഈ ആത്മഹത്യാ കണക്കുകളുടെ കൂട്ടത്തിൽ 10 പേരെ എടുത്താൽ 8 പേര് പുരുഷന്മാരാണ്. നല്ല നെഞ്ചൂക്കുള്ള മനുഷ്യന്മാരാണ്, നല്ല ആരോഗ്യവാന്മാരാണ്. മനസ്സിനെ പിടിച്ചു നിർത്താൻ കഴിയാത്ത അവസ്ഥയുണ്ട്. എന്ത് കാരണം കൊണ്ടാണ് ഇത്രയും ആത്മഹത്യ? ഒന്നാമത്തെ കാരണം കുടുംബ പ്രശ്നങ്ങളായിരുന്നു. സർക്കാർ പുറത്തുവിട്ട കണക്ക് ഞാൻ വായിച്ചത്, കുടുംബ പ്രശ്നങ്ങളാണ്. എന്തിനാണ് ഇടക്കിടക്ക് ഇത്തരത്തിലുള്ള ഉത്ബോധനങ്ങൾ കുടുംബങ്ങൾക്ക് കൊടുക്കണമെന്ന് പറയാനുള്ള കാരണം? കുടുംബ പ്രശ്നങ്ങളാണ് സമൂഹത്തിന് അലട്ടിക്കൊണ്ടിരിക്കുന്ന വലിയ വിപത്ത്. കടബാധ്യത നമ്മുടെ സംസാരത്തിൽ വരുന്ന സാധനങ്ങളാണ്. തൊഴിലില്ലായ്മ, പിന്നെ മറ്റു വ്യക്തി സംഘർഷങ്ങൾ, ലഹരി, ഇങ്ങനെ പല കാരണങ്ങൾ ഇതിൻ്റെ കൂട്ടത്തിൽ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ മറ്റൊരു കണക്ക് നമ്മളെ ഞെട്ടിക്കുന്നതാണ്. 18 വയസ്സിൻ്റെയും 44 വയസ്സിൻ്റെയും ഇടയിൽ ആത്മഹത്യ ചെയ്തവർ 28%. ഏറ്റവും നല്ല യൗവനത്തിന്റെ പ്രസരിപ്പിൽ ജീവിക്കേണ്ടുന്ന മനുഷ്യർ ജീവനൊടുക്കുന്ന കാലം. ഇക്കഴിഞ്ഞ മിനിഞ്ഞാന്ന് തിരുവനന്തപുരത്ത് 8ാം ക്ലാസ്സുകാരൻ ആത്മഹത്യ ചെയ്തിരിക്കുന്നു. 8ാം ക്ലാസ്സുകാരൻ്റെ ഒക്കെ മനസ്സിലേക്ക് ആരാണ് ഈ ചിന്തകൾ ഇട്ടുകൊടുക്കുന്നത്? ഇങ്ങനെ ജീവിതം നശിപ്പിക്കാൻ പറ്റും, ജീവിതം നശിപ്പിക്കലാണ് എല്ലാ പ്രശ്നങ്ങൾക്കുള്ള പരിഹാരമെന്ന് ആരാണ് ഇട്ടുകൊടുത്തത്? അതിന് നമ്മുടെ സോഷ്യൽ മീഡിയക്കൊക്കെ വലിയ പങ്കുണ്ട് എന്ന് മാത്രം ഞാൻ പറയാൻ ആഗ്രഹിക്കാം.
സുഹൃത്തുക്കളെ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ജീവിച്ചിരുന്ന കാലത്ത് പലതരത്തിലുള്ള ജനാസകൾ ഉണ്ടായിട്ടുണ്ട്. മറ്റൊരിക്കൽ ഒരു ജനാസ കൊണ്ടുവന്നു. ആ ജനാസക്ക് ശിക്ഷാ നടപടി സ്വീകരിച്ചതാണ്. വ്യഭിചാരത്തിന്റെ ശിക്ഷ, എറിഞ്ഞു കൊല്ലണം. എറിഞ്ഞു കൊല്ലുക എന്ന ശിക്ഷാ നടപടി അവർ പൂർത്തീകരിച്ചു സഹാബത്ത്. അങ്ങനെ എറിയുമ്പോൾ ഒരിക്കലും ആ വ്യക്തിനെ ആക്ഷേപിക്കാൻ പാടില്ല, ചീത്ത വിളിച്ചുകൊണ്ട് എറിയാൻ പാടില്ല. ഇസ്ലാമിക നിയമമാണ്. അങ്ങനെ എറിഞ്ഞ ആ മനുഷ്യൻ മരണപ്പെട്ടു. പൊതുജനങ്ങൾ നമസ്കരിക്കുന്ന ഈദ്ഗാഹ് പോലെയുള്ള സ്ഥലത്ത് വെച്ചുകൊണ്ട് അദ്ദേഹത്തെ എറിഞ്ഞ് കൊല്ലപ്പെട്ടു. ഏറ് കിട്ടിയിട്ട് അദ്ദേഹം ഓടി രക്ഷപ്പെടാനുള്ള ഒരു സംവേദന കൊണ്ട് പോകുന്നുണ്ട്. പക്ഷേ അദ്ദേഹം മരിക്കുന്നത് വരെ അദ്ദേഹത്തെ എറിയുകയാണ്. നബി തങ്ങൾ അദ്ദേഹം മരിച്ചപ്പോൾ അദ്ദേഹത്തിന് ഖൈറിന് വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. ശപിക്കല്ല, ആക്ഷേപിക്കല്ല, കുറ്റപ്പെടുത്തല്ല, ഒരു നിയമം നടപ്പിലാക്കി. എന്നിട്ട് ഖൈറിന് വേണ്ടി പ്രാർത്ഥിച്ചു. വസല്ല അലൈഹി, ജനാസയായി കൊണ്ടുവന്ന് വെച്ച് നബി തങ്ങൾ ആ ജനാസക്ക് വേണ്ടി നമസ്കരിച്ചു. ഇപ്പം നമ്മുടെ നാട്ടിൽ ഏതെങ്കിലും വധശിക്ഷ നടപ്പിലാക്കി കൊണ്ടുവരപ്പെട്ടാൽ മാറി നിൽക്കേണ്ട ആവശ്യമില്ല, നമസ്കരിക്കാം എന്നാണ് ഇതിൻ്റെ തെളിവ്. എന്തിനേയും നമ്മൾ എവിടേക്കാ ചേർക്കേണ്ടത്? നമ്മുടെ ജീവിതത്തിലേക്ക് അതിനെ കൂട്ടി വായിക്കാൻ വേണ്ടി ഞാൻ പറഞ്ഞതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മുമ്പിൽ മയ്യത്തില്ലാതെ ജനാസയില്ലാതെ നമസ്കരിച്ച രംഗമുണ്ടായിട്ടുണ്ടോ? എല്ലാവരും കേൾക്കുക. ഇനി വിഷയം ആവർത്തിച്ച് പറയാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ പറയുന്നത്. എല്ലാവരും പഠിക്കുക. നമ്മുടെ നാട്ടിലെ വാട്സപ്പ് ഗ്രൂപ്പിൽ വെള്ളിയാഴ്ച രാവിലെ മെസ്സേജ് വരും. 50 ആൾ ഖദീജ, അബൂബക്കർ, ഫാത്തിമ, ഇട്ടിലത്തോടി, ഖദീജ, നസ്ഫീസ, കുറേ പേരിങ്ങനെ വായിച്ചിട്ട് ഇവർക്ക് വേണ്ടി മയ്യിത്ത് നമസ്കരിക്കുക. അല്ല, അവർക്ക് നിസ്കരിച്ചിട്ടില്ലേ? നിസ്കരിച്ചിക്കണ്. കുളിപ്പിച്ചിട്ടില്ലേ? കുളിപ്പിച്ചിക്കണ്. ഖബറടക്കിയില്ലേ? ശരിക്കും എല്ലാം ചെയ്തിക്കണ്. പിന്നെന്തിനാ? അതെന്നാലും നമ്മൾ നിസ്കരിക്കണം. ആരാ ഇത് പഠിപ്പിക്കുന്നത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരൊറ്റ സന്ദർഭത്തിലാണ് മയ്യിത്ത് മുമ്പിലില്ലാതെ ഒരു മയ്യിത്ത് നിസ്കാരം നടത്തിയത്. എവിടെയാ? ഖാല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹീനമാ തന്നജാശി, നഗസ് എന്ന് പറയുന്ന പ്രദേശത്ത് നജാഷിയിൽ ഭരിച്ചിരുന്ന ഒരു ഭരണാധികാരി ഉണ്ടായിരുന്നു. അസ്ഹമ എന്നായിരുന്നു അദ്ദേഹത്തിന്റെ പേര്. അദ്ദേഹം മുസ്ലിമായിരുന്നു. നാട്ടുകാരും മുസ്ലിമായിരുന്നില്ല. ശരിക്കും ശ്രദ്ധിച്ചു നോക്കി. നാട്ടുകാർ മുസ്ലിമല്ല, ഖലീഫ മുസ്ലിമായിരുന്നു. അദ്ദേഹം മരിച്ചപ്പോൾ നാട്ടുകാരെല്ലാവരും സാധാരണ ഒരു മയ്യത്തിനെ കൊണ്ടുപോയി ഖബറടക്കുന്നത് പോലെ നമസ്കരിക്കാതെ കൊണ്ടുപോയി മറവ് ചെയ്തു. വാർത്ത പിന്നീട് ദിവസങ്ങൾക്ക് ശേഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അറിഞ്ഞു. ഇങ്ങനെ ഒരു സംഭവം നടന്നു എന്നും ആരാരും നിസ്കരിച്ചിട്ടില്ല എന്നും അറിഞ്ഞപ്പോൾ നബി സ്വഹാബത്തിനെ എല്ലാവരെയും വിളിച്ചിട്ട് പറയാണ്, ഇന്നാലിന്ന നാട്ടിൽ ഒരു രാജാവ്, ഒരു സാലിഹായ മനുഷ്യൻ മരിച്ചിട്ടുണ്ട്. ഫഖൂമൂ, നിങ്ങളെല്ലാവരും റെഡിയാവണം. ഫസല്ലൂ അലാ അഖീകും അസ്ഹമ, അസ്ഹമ എന്ന നമ്മുടെ സഹോദരന് വേണ്ടി നിങ്ങൾ നിസ്കരിക്കണം. എന്തേ കാരണം? അവിടെ നിസ്കാരം നടന്നിട്ടില്ല, ഒരിക്കൽ പോലും നടന്നിട്ടില്ല. ഒരാളും നിസ്കരിച്ചിട്ടില്ല. അവിടെ നിസ്കരിക്കൽ വാജിബാണ് നമുക്ക്. അതുകൊണ്ട് അറിഞ്ഞ ഉടനെ അവരെല്ലാവരും ഇല്ലാത്ത സ്ഥലത്തില്ലാത്ത മയ്യത്തിന് വേണ്ടി നമസ്കരിച്ചു. എന്നിട്ട് ഈ ഹദീസിന്റെ അടിസ്ഥാനത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു മറ്റൊരു കാര്യമുണ്ട്. മറ്റെത്രയോ സ്ഥലത്ത് വെച്ച് എത്രയോ സ്വഹാബിമാർ മരിച്ചിരുന്നു. അവർക്കൊക്കെ അതാത് നാട്ടിൽ വെച്ച് നിസ്കാരം നടന്നിരുന്നു. പിന്നെ വേറെ ഒരാൾക്ക് വേണ്ടിയും അങ്ങനെ ഒരു നമസ്കാരം മയ്യത്തില്ലാതെ നമസ്കരിച്ചിട്ടില്ല. അതുകൊണ്ട് ഉലമാക്കന്മാര് പറയാണ്, 2 വിഭാഗം ആളുകൾക്ക് വേണ്ടിയേ മയ്യിത്ത് അവിടെ ഇല്ലെങ്കിൽ നിസ്കരിക്കാൻ പറ്റൂ. ഒന്ന്, മുസ്ലിമീങ്ങൾ ആരുമില്ലാത്ത ഒരു സ്ഥലത്ത് ആ ജനാസക്ക് വേണ്ടി ആരും നിസ്കരിച്ചിട്ടില്ലെങ്കിൽ അവർക്ക് വേണ്ടി ഓരോ പ്രദേശങ്ങളിലും നമസ്കരിക്കാം. ഇതിപ്പോൾ പറഞ്ഞു കഴിഞ്ഞു. 2, മുസ്ലിമീങ്ങളുടെ പൊതുവായ ഒരു ഭരണാധികാരി, മുസ്ലിമീങ്ങൾക്കിടയിൽ വലിയ ഒരു ഇമാമ്, അങ്ങനെ ഒരാൾ മരണപ്പെട്ടാൽ അതും ഈ ഹദീസിന്റെ അടിസ്ഥാനത്തിലും അവർക്ക് വേണ്ടിയും ജനാസ നമസ്കരിക്കാം. ചില ആൾക്കാരൊക്കെ ഇങ്ങനെ ട്രോളിയിട്ട് ചോദിക്കും, കണ്ടുവോ ഹറമിൽ മറ്റേ ഇമാമ് മരിച്ചപ്പോൾ നിസ്കരിച്ചല്ലോ, വഹാബികൾക്ക് ഇത് പറ്റുമോ എന്നൊക്കെ ചോദിക്കും. പൊന്നു സഹോദരാ,
ഇസ്ലാമിൻ്റെ നിയമം എന്ന് പറയുന്നത് എത്ര വിശാലമാണ്. ഫിഖ്ഹിന്റെ കിതാബിൽ പഠിപ്പിക്കാതെ പോയ കിതാബിന്റെ ഏത് ഭാഗമാണ് നമുക്കുള്ളത്? ഇതിന്റെ അടിസ്ഥാനത്തിലാണ് അത് പഠിപ്പിച്ചിരിക്കുന്നത്. മറ്റൊരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മദീനയിലെ പള്ളിയിൽ വന്നപ്പോൾ അവിടെ സ്ഥിരമായി അടിച്ചുവാരുന്ന ഒരു സഹോദരി ഉണ്ടായിരുന്നു. പള്ളി അടിച്ചുവാരുന്ന സഹോദരി. ഹദീസിൽ ഇമാം മുസ്ലിം ഉദ്ധരിക്കുന്ന 956 ഹദീസ്. ഒരു ദിവസം വന്നപ്പോൾ ഈ സഹോദരി അടിച്ചുവാരിയതായി കാണുന്നില്ല, പള്ളി വൃത്തിയായി കാണുന്നില്ല. നബി തങ്ങൾ ചോദിച്ചു, എവിടെ പോയി ആ സഹോദരി? അവർ പറഞ്ഞു, സ്വഹാബത്ത് പറഞ്ഞു, നബിയേ, കഴിഞ്ഞ ദിവസങ്ങളിൽ അവർ സുഖമില്ലാതെ മരിച്ചു. ഞങ്ങളെല്ലാവരും അവർക്ക് വേണ്ടി മയ്യിത്ത് നമസ്കരിച്ചവരെ മറവ് ചെയ്തു. നബി തങ്ങൾ പോലും അറിഞ്ഞിട്ടില്ല. ഉടൻ നബി തങ്ങൾ പറയാണ്, ഫദുല്ലൂനി അലാ ഖബരി, എനിക്കവരുടെ ഖബറൊന്ന് കാണിച്ചു തരുമോ? എന്തിനാണ്? എനിക്ക് ഖബറൊന്ന് കാണിച്ചു തരുമോ? ഫസ്വല്ല അലൈഹാ, നബി തങ്ങൾക്ക് ഖബർ കാണിച്ചു കൊടുത്തു. അവിടെ ചെന്നിട്ട് നബി ഖബറിന്റെ അടുത്ത് പോയി നമസ്കരിച്ചു. അവിടെ മയ്യിത്തുണ്ട്, അവിടെ ഖബറിനകത്ത് മയ്യിത്തുണ്ട്. നബി തങ്ങൾ അവിടെ വെച്ച് നമസ്കരിച്ചു. സുമ്മ ഖാല, എന്നിട്ട് നബി പഠിപ്പിച്ചു, ഇന്ന ഹാദിഹിൽ ഖുബൂറ മംലൂഅത്തുൻ ളുൽമത്തുൻ അലാ അഹ്ലിഹാ, ഈ ഖബറിടത്തിലുള്ള ആളുകളുടെ ഖബർ ഇരുട്ടറയിലായിരുന്നു. ഞാൻ ഇവിടെ വന്നു പ്രാർത്ഥിച്ചപ്പോൾ അവരുടെ ഖബറിടം അല്ലാഹ് പ്രകാശം കൊണ്ട് നിറച്ചിട്ടുണ്ട്. ഇതിന്റെ അടിസ്ഥാനത്തിൽ ഹദീസ് പണ്ഡിതന്മാര് പറയാണ്, നമ്മൾ ഒരു ജനാസന്റെ നിസ്കാരത്തിന് യാത്ര പുറപ്പെട്ടു, പക്ഷേ സമയം വൈകിപ്പോയി, ജനാസനെ ഖബറടക്കി നമ്മൾ ബ്ലോക്കപ്പെട്ടു. ശരി, ഇഞ്ഞെന്താ ചെയ്യാൻ? നിസ്കരിക്കാതെ തിരിച്ചു പോരണോ? വേണ്ട, നമുക്ക് ആ ഖബറിങ്ങൾ ചെന്നുകൊണ്ട് ആ വ്യക്തിക്ക് വേണ്ടി നിസ്കരിക്കാം. ബാപ്പാന്റെ ജനാസ ഇവിടെ ഖബറടക്കാൻ നിൽക്കാണ്, മക്കൾ ഗൾഫിലാണുള്ളത്, 2 ദിവസം കാത്തിക്കണം, 1 ദിവസം കാത്തിക്കണം. ഏറ്റവും നല്ല വഴി, നിങ്ങൾ വാപ്പയുടെ അല്ലെങ്കിൽ പ്രിയപ്പെട്ടവരുടെ ഖബറടക്കം വേഗം പൂർത്തിയാക്കിക്കോ, ഞാൻ അവിടെ വന്നിട്ട് നിസ്കരിച്ചോളാം. ഈ ഹദീസ് പോരെ? ആ ഖബറിങ്ങൾ വന്നുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നമസ്കരിച്ചു. ഇനി മറ്റൊരു റിപ്പോർട്ട് പഠിപ്പിക്കാമെന്ന ഉമ്മു സഅദ് എന്ന് പറയുന്ന മഹദി മരണപ്പെട്ടപ്പോൾ വന്നബിയു സല്ലല്ലാഹു അലൈഹി വസല്ലമ ഗായിബുൻ, നബി തങ്ങൾ സ്ഥലത്തില്ലായിരുന്നു. ഫലമ്മാ ഖദിമാ സ്വല്ല അലൈഹാ, നബി തങ്ങൾ നാട്ടിലേക്ക് വന്നപ്പോൾ അവരുടെ ഖബറിങ്ങൾ ചെന്നുകൊണ്ട് നമസ്കരിച്ചു. വഖദ് മളാലി ദാലിക ശഹ്രിൻ, അപ്പോൾ ഏകദേശം 1 മാസത്തിന്റെ അടുത്തേ ആയിട്ടുള്ളൂ ഖബറടക്കം കഴിഞ്ഞിട്ട്. അതിൽ നിന്ന് പണ്ഡിതന്മാർ പറഞ്ഞു, അങ്ങനെ 1 മാസം വരെയൊക്കെയാണ് അതിൻ്റെ കാലാവധി. അല്ലെങ്കിൽ അവിടെ ചെന്നിട്ട് മയ്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കുക മാത്രമാണ് പിന്നെ ചെയ്യേണ്ടത് എന്നത്. ഇനി നമസ്കരിക്കാൻ നിൽക്കുമ്പോൾ സാധാരണഗതിയിൽ നമ്മളൊക്കെ അറിയേണ്ടതും ശ്രദ്ധിക്കേണ്ടതുമായ ചില കാര്യങ്ങൾ കൂടെ ചേർത്ത് വെക്കാൻ ആഗ്രഹിക്കുക. ഇമാമ് എവിടെ ഇമാം വെക്കണം? പുരുഷനാണ് മരിച്ചതെങ്കിൽ നെഞ്ചിനോടും തലയോടും ചേർന്ന് നിൽക്കുന്ന ഭാഗത്തേക്ക് ഇമാമ് നിൽക്കുക. ഒരു സ്ത്രീയാണ് മരിച്ചതെങ്കിൽ സ്ത്രീയുടെ മധ്യഭാഗത്ത് വയറിൻ്റെ ഭാഗത്തേക്ക് ഇമാമ് നിൽക്കുക. ഒരു സ്ഥലത്ത് ഒരുപാട് ജനാസകൾ കൊണ്ടുവന്നു, പുരുഷന്മാരും സ്ത്രീകളും കുട്ടികളൊക്കെയുണ്ട്. അങ്ങനെയുണ്ടെങ്കിൽ മയ്യത്തിൻ്റെ ഏറ്റവും അടുത്ത് പുരുഷന്മാരെയാണ്, പിന്നെ കുട്ടികൾ, പിന്നെ ഖിബിലനോട് ഏറ്റവും അടുത്ത് സ്ത്രീകളെയാണ് കിടത്തേണ്ടത്. അങ്ങനെയൊക്കെയുള്ള രൂപങ്ങളൊക്കെ പഠിച്ചിട്ടുണ്ട്. പള്ളിയിൽ വെച്ച് മയ്യിത്ത് നമസ്കരിക്കാൻ പറ്റുമോ? ചിലർക്കൊക്കെ ചില തർക്കങ്ങൾ, സംശയങ്ങൾ പറയാറുണ്ട്. സ്വഹാബത്തിന്റെ കാലഘട്ടത്തിൽ ആയിഷ റളിയല്ലാഹു അൻഹ പറയാണ്, സഅദ് ഇബ്നു അബീ വഖാസ് റളിയല്ലാഹു അൻഹുവിന്റെ ജനാസ പള്ളിയിൽ വന്ന് നമസ്കരിക്കാൻ ആവശ്യപ്പെട്ടപ്പോൾ ചിലരൊക്കെ പറഞ്ഞു, പള്ളിയിൽ വെച്ചുകൊണ്ട് ജനാസ നിസ്കാരം നടത്താൻ പറ്റുമോ എന്നൊരു സംശയം രേഖപ്പെടുത്തിയപ്പോൾ ആയിഷ റളിയല്ലാഹു അൻഹ പറഞ്ഞു കൊടുക്കുകയാണ്, നബിന്റെ പ്രിയപ്പെട്ട ഭാര്യ നമ്മുടെ ഉമ്മയായ ആയിഷ റളിയല്ലാഹു അൻഹ പഠിപ്പിച്ചു കൊടുക്കണം, ജനാസ നമസ്കാരം നബി പള്ളിയിൽ വെച്ചിട്ടല്ലേ നമസ്കരിച്ചത്, നിങ്ങൾ അതൊക്കെ മറന്നുപോയോ എന്ന് ചോദിക്കുന്നുണ്ട്. അതുകൊണ്ട് പള്ളിയിലും ജനാസ നമസ്കാരം നടത്താൻ വിലക്കൊന്നുമില്ല. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ, ഉമർ റളിയല്ലാഹു അൻഹും അവരുടെ എല്ലാം മയ്യിത്ത് നമസ്കാരം നടന്നത് പള്ളിയിൽ വെച്ചായി സാദുൽ മആദ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇനിയും സഹോദരങ്ങളെ, ജമാഅത്തായി നമസ്കരിക്കുകയാണ്. നമ്മുടെ ആ ജനാസന്റെ കാര്യത്തിൽ നിസ്കരിക്കാൻ വേണ്ടി നിൽക്കുമ്പോൾ ആള് കുറവാണെങ്കിൽ, അല്ലെങ്കിൽ 5, 8, 10 സഫ് ഉണ്ടാവും. ഇനി അഥവാ ഏതെങ്കിലും കാരണങ്ങൾ കൊണ്ട് ആള് കുറവുള്ള ജമാഅത്താണെങ്കിൽ ഉള്ള ആളുകളെ 3 ആക്കി തിരിക്കാം. ഒറ്റ ജമാഅത്തായിട്ട് നിർവഹിക്കാതെ 3 സഫെങ്കിലുമാക്കി നമസ്കരിക്കാൻ. മാമിൻ മുസ്ലിമിൻ യമൂതു ഫയുസല്ലി അലൈഹി സലാസതി സുഫൂഫിൻ മിനൽ മുസ്ലിമീന ഇല്ലാ ഔജബ്. 3 സഫുകളെങ്കിലും ആയിക്കൊണ്ട് നമസ്കരിക്കാൻ വേണ്ടിയാണ് ഹദീസ് പഠിപ്പിക്കുന്നത്. ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു ജനാസന്റെ അടുത്ത് നമസ്കരിക്കാൻ വേണ്ടി നിൽക്കുകയാണ്. വമഅഹു സബ്അതു നഫരിൻ, ആകെയുള്ളത് 7 പേരായിരുന്നു.
ചില പെട്ടെന്നുള്ള ജനാസ മറവിയൻ്റെ ഒക്കെ ഉണ്ടാവും. ഫജഅല സലാസത സഫ്ഫാ, നബി ആ 7 പേരെ 3ആക്കി തിരിച്ചു. വസ്നൈനി സഫ്ഫൻ വവാഹിദൻ സഫ്ഫാ, ഉള്ളവരെ വിഭജിച്ച് 3ആക്കി തിരിച്ചിട്ട് അങ്ങനെ നമസ്കരിച്ചു. ഇനി പൊതുവെ നമ്മുടെ നാട്ടിൽ കണ്ടുകൊണ്ടിരിക്കുന്ന ചില പ്രവണതകളെ കൂടെ കിതാബുകളിൽ പറയുന്നുണ്ട്. എല്ലാ സമയത്തും ഒരുപോലെയല്ല. നോർമലി ഒരു മയ്യത്തിനെ എപ്പോൾ വേണമെങ്കിലും ഒരാൾക്ക് മറവ് ചെയ്യാം, 3 സമയത്തൊഴികെ. നമസ്കാരം വിലക്കപ്പെട്ട 3 സമയമുണ്ട്. ആ സമയത്ത് പരമാവധി ജനാസ ഖബറടക്കുന്നത് ഒഴിവാക്കലാണ് നല്ലത്. എന്നാൽ അത്യാവശ്യ ഘട്ടമാണെങ്കിൽ അതും വിലക്കപ്പെട്ടതല്ല. ആ 3 സമയം ഏതാ? രാവിലെ സൂര്യന്റെ ഉദയം തുടങ്ങിയിട്ട് സൂര്യൻ ഉദിച്ചുയർന്ന സമയം വരെ. നമ്മുടെ സുബഹി നമസ്കാരം കഴിഞ്ഞിട്ട് 1 മണിക്കൂറൊക്കെ നമ്മൾ നമസ്കരിക്കാതിരിക്കാറുണ്ടല്ലോ, അതെ. 2ാമത്തെ സമയം സൂര്യൻ നട്ടുച്ച ഏറ്റവും മൂർധാവിന്റെ നിൽക്കൽ മധ്യഭാഗത്ത് എത്തി നിൽക്കുന്ന സമയം, 11:45 12 മണി സമയമാകുന്ന സമയത്ത് ഏറ്റവും ടോപ്പിൽ നിൽക്കുന്ന സമയം. ഒന്നുകിൽ ഇങ്ങോട്ട് തന്നണം, അല്ലെങ്കിൽ പിറകിലേക്ക്. 3ാമത്തെ സമയം സൂര്യന്റെ അസ്തമയ സമയത്ത്, നമ്മുടെ മഗ്‌രിബിനെ അടുപ്പിച്ചുള്ള സമയമുണ്ടല്ലോ, ആ സമയത്ത് നമസ്കരിക്കാതിരിക്കലാണ് നല്ലത് എന്ന് ഉലമാക്കന്മാർ പറഞ്ഞിട്ടുണ്ട്. മറ്റൊന്ന് ആരുകൾ ചോദിക്കുന്നതാണ്, എപ്പോൾ ആര് ഇമാമ് നിൽക്കണമെന്നാണ്. ഇമാമ് നിൽക്കാൻ ഏറ്റവും യോഗ്യനായ 1ാമത്തെയാള് വസിയത്തുള്ള വ്യക്തിയാണ്. ഒരാൾ മരിക്കുന്നതിന് മുന്നാൾ നിൽക്കണമെന്ന് വസിയത്ത് പറഞ്ഞ അയാളാണ്. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു വസിയത്തുണ്ടായിരുന്നു, ഉമർ റളിയല്ലാഹു അൻഹു ആണ് നിസ്കരിച്ചത്. ഉമർ റളിയല്ലാഹുവിന്റെ വസിയത്ത് ഉണ്ടായിരുന്നു, സുഹൈബ് റളിയല്ലാഹുവിനെ നിയമിച്ചത്. മഹാനായ ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു മരിക്കുമ്പോൾ വസിയത്ത് ഉണ്ടായിരുന്നു, സുബൈർ ഇബ്നു അവ്വാം റളിയല്ലാഹു അൻഹു ആണ് നിസ്കരിച്ചത്. ആയിഷ ഉമ്മ റളിയല്ലാഹു അൻഹ മരിക്കുമ്പോൾ വസിയത്ത് ഉണ്ടായിരുന്നു, അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു ആണ് മയ്യിത്ത് നിസ്കരിച്ചത്. അപ്പോൾ 1ാമത്തെ സ്ഥാനം വസിയത്താണ്. 2ാമത്തെ സ്ഥാനം ഒരു നാട്, ഒരു ഇസ്ലാമിക ഭരണാധികാരി ഉള്ള ഒരു സ്ഥലത്താണെങ്കിൽ ആ അമീർ നിശ്ചയിക്കുന്ന ഒരാളുണ്ടാകും, അയാളെ നിൽക്കുക. ഇപ്പം തള്ളി മറിച്ചിട്ട് മക്കൾക്ക് കയറിക്കാനൊന്നും പറ്റൂല, അവിടെ ഒരു അമീറിനാണ് സ്ഥാനം. 3 ഒരു പള്ളിയിൽ കൊണ്ടുപോയാണ് ജനാസ നമസ്കരിക്കുന്നതെങ്കിൽ ആ പള്ളിയിലുള്ള ഇമാമിനാണ് അതിൻ്റെ ഇൻചാർജ്. അദ്ദേഹത്തോട് ചോദിച്ചോ അനുവാദമോ ഇല്ലാതെ മറ്റൊരാൾ, ഒരു ഫർദ് നമസ്കാരമാണെങ്കിൽ പോലും ശ്രദ്ധിക്കേണ്ടതാണ് മറ്റൊരാൾ ഇമാമ് നിൽക്കുന്നത്. അതുകൊണ്ട് ആ നമസ്കാരത്തിലും അദ്ദേഹത്തിനാണ് പ്രാധാന്യമുള്ളത് എന്നർത്ഥം. പിന്നീട് ഉലമാക്കന്മാർ രേഖപ്പെടുത്തുകയാണ്, ഒരു മനുഷ്യൻ ഈ ലോകത്തുനിന്ന് വിട പറഞ്ഞുകൊണ്ട് 6 അടി മണ്ണിലേക്ക് ഇറക്കി വെക്കുമ്പോൾ ഇതിന് പറ്റുന്ന സ്ഥലമായിട്ടാണ് അല്ലാഹ് മണ്ണ് തെരഞ്ഞെടുത്തത്. അലം നജഅലിൽ അർള കിഫാത, നിങ്ങൾക്ക് ഈ ഭൂമി മതിയായതല്ലേ, അഹ്യാഅം വ അംവാത, ജീവിച്ചിരിക്കുന്നവർക്കും മരിക്കുന്നവർക്കും പാകത്തിന് എല്ലാവർക്കും പറ്റും. ജീവിക്കുന്ന കാലം മണ്ണിന്റെ മേലെ, ജീവിതം കഴിഞ്ഞ മണ്ണിന്റെ താഴെ. പിന്നീട് അവനെ മരിപ്പിക്കുന്നു, പിന്നീട് അവനെ ഖബറടക്കുന്നു. ഖബറടക്കാൻ പറ്റിയ കോലത്തിലാണ് മനുഷ്യനെ പടച്ചിരിക്കുന്നത് എന്നാണ് രേഖപ്പെടുത്തുന്നത്. അതാണ് ഏറ്റവും മാന്യത. ബിർറൻ വ തഅതൻ വ ഇക്റാമുൽ ലിൽ മയ്യിതി വഅതിന. കിതാബിൽ പറയാണ്, ഒരു മയ്യത്തിന് കൊടുക്കുന്ന ആദരവും ബഹുമാനവും പരിഗണനയും പുണ്യവും എല്ലാം ഖബറടക്കുന്നതിലാണ്. ആ മയ്യത്തെടുത്ത് ചുമലിൽ വെക്കുന്നത് പോലും മഹത്തരമായ സുന്നത്താണ്. അതിനെ വേഗത്തിൽ കൊണ്ടുപോകാൻ, അഥവാ ഇനിയിപ്പോൾ ചില ദൂരം വഴിക്കാണെങ്കിൽ മാത്രം വാഹനങ്ങളോ മൃഗങ്ങളൊക്കെ ഉപയോഗപ്പെടുത്തും. അല്ലാത്തിടത്തോളം വേഗത്തിൽ ചുമന്ന് കൊണ്ടുപോകലാണ് ഏറ്റവും അഫ്ളലായ രീതി. വേഗത്തിൽ കൊണ്ടുപോകാൻ വേണ്ടി ശ്രദ്ധിക്കണം. ഒരു സാവകാശം ആടിപ്പാടി പോകുന്ന അവസ്ഥ ഉണ്ടാകരുത്. അസ്രിഉ ബിൽ ജനാസ, നബി തങ്ങൾ പഠിപ്പിക്കുകയാണ്, ജനാസയുമായി വേഗത്തിൽ പോകണം. ഫഇൻ തകു സാലിഹതൻ, ഒരു സാലിഹത്തായ ആത്മാവാണെങ്കിൽ ഫഖൈർ, എത്ര നല്ലതാണ്, തുഖദ്ദിമു അവൻ എത്രയെത്ര നന്മയാണ് വരാനിരിക്കുന്നത്. ഒരു ഷർറ് പിടിച്ച ആത്മാവാകുമോ നമുക്കറിയില്ല. ആണെങ്കിൽ എന്തിനാണ് നമ്മുടെ ചുമലിൽ അത് വെച്ചുകൊണ്ടിരിക്കുന്നത്? 2ആണെങ്കിലും വേഗത്തിൽ മറവ് ചെയ്യാൻ ശ്രമിക്കാൻ വേണ്ടി പറഞ്ഞു പോകുമ്പോൾ അതുപോലെ ശാന്തമായി, ശബ്ദകോലാഹലങ്ങളില്ലാതെ, മുദ്രാവാക്യങ്ങളില്ലാതെ, വീരവാദങ്ങളില്ലാതെ, ദിക്ർ കൊണ്ടോ ഖുർആൻ കൊണ്ടോ ശബ്ദമുയർത്താതെ, മരണമോർത്ത് പരലോകമോർത്ത് കൊണ്ട് ജനാസ കൊണ്ടുപോകാൻ ശ്രദ്ധിക്കണം. ഇൻഷാ അല്ലാഹ് അടുത്ത ആഴ്ചയിൽ അതിൻ്റെ ചില വിശദീകരണങ്ങൾ, ചില ആദാബുകൾ പഠിപ്പിക്കാനുണ്ട്. അതുപോലെ തന്നെയാണ് ഉമ്മു അത്തിയ റളിയല്ലാഹു അൻഹ പറയുകയാണ്, സഹോദരിമാർ പഠിക്കണം, നഹീന അൻ ഇത്തിബാഇൽ ജനാസ, ജനാസനെ അനുഗമിക്കുന്നത് സ്ത്രീകൾക്ക് വിലക്കിയിട്ടുണ്ട്. ജനാസന്റെ പിന്നാലെ സ്ത്രീകൾ പോകാൻ പാടില്ല.
ഖബർ പരമാവധി ആഴത്തിലാകാൻ ശ്രദ്ധിക്കാൻ പറഞ്ഞു. ഇഹ്ഫിറൂ, നന്നായി കുഴി കുഴിക്കണം. വഔസിഉ, വിശാലതയുണ്ടാക്കണം ആ ജനാസക്ക് പാകത്തിൽ. വഅമ്മികൂ, അതിനൽപ്പം ആഴത്തിലേക്ക് അത് കൊണ്ടുപോയി വെക്കണം. മൃഗങ്ങൾ മാന്തിയെടുക്കരുത്. ഏതെങ്കിലും മാന്തിയെടുക്കുന്ന മൃഗങ്ങൾ ഒരു ജനാസയും മാന്തിയെടുക്കാതിരിക്കാനാണ് അത്രയും ഭദ്രമായി താഴേക്ക് ഇറക്കി വെച്ച് കല്ലൊക്കെ ഇട്ട് മൂടി വെക്കാൻ പറഞ്ഞതൊരു എത്ര വലിയ മര്യാദയാണെന്ന് ആലോചിച്ച് നോക്കും. ഇദാ വളഅതും മൗതാകും ഫിൽ ഖുബൂർ, അങ്ങനെ ഖബറിലേക്ക് മയ്യത്തിനെ ഇറക്കി വെക്കുമ്പോൾ ഫഖൂലൂ, നിങ്ങൾ ഇങ്ങനെ പറയണം, ബിസ്മില്ലാഹ് വഅലാ മില്ലത്തി റസൂലില്ലാഹ്. എല്ലായിടത്തും ഇസ്ലാം അദബ് പഠിപ്പിച്ചു, മര്യാദയുണ്ട്. ബിസ്മില്ലാഹ് വഅലാ മില്ലത്തി റസൂലില്ലാഹ് എന്ന് പറഞ്ഞുകൊണ്ടായിരിക്കണം ഖബറിലേക്ക് ഇറക്കി വെക്കുന്നത്. അതൊക്കെ മറന്ന് നമ്മൾ മുൽക്ക് ഓതിക്കൊണ്ടിരിക്കുന്നു, ചിലർ യാസീൻ ഓതിക്കൊണ്ടിരിക്കുന്നു, വേറെ ചിലർ എന്തൊക്കെയോ ഓതിക്കൊണ്ടിരിക്കുന്നു. ഇസ്ലാം പഠിപ്പിക്കുന്ന ആ നിബിതങ്ങളുടെ ഒരു സുന്നത്തിൻ്റെ മാതൃക ഒരു മേഖലയിലും വിട്ടുപോകാതിരിക്കാൻ പഠനം ആവശ്യമാണ്, തിരിച്ചറിവ് ആവശ്യമാണ്, വായന ആവശ്യമാണ്. അള്ളാഹു നമുക്കെല്ലാം ഒരുപാട് നാഫിയായ ഇൽമ് അള്ളാഹു പ്രദാനം ചെയ്യുമാറാകട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ والعاقبة للمتقين ولا عدوان إلا على الظالمين والصلاة والسلام على رسوله الأمين وعلى آله وصحبه وسلم تسليما كثيرا أما بعد فاتقوا الله عباد الله أوصيكم وإياي ثانيا بتقوى الله. ഒരിക്കൽ കൂടി അള്ളാഹുവിൻ്റെ നിയമനിർദ്ദേശങ്ങൾ പാലിച്ചുകൊണ്ട് സൂക്ഷ്മതയുള്ള ജീവിതത്തിന് തയ്യാറാകണേ എന്ന് എന്നെയും നിങ്ങളെയും ഓർമ്മപ്പെടുത്തുകയാണ്. അള്ളാഹു നമ്മെ എല്ലാം സഹായിക്കുമാറാകട്ടെ. സഹോദരങ്ങളെ, നമ്മുടെ നാട്ടിൽ SIR-മായി ബന്ധപ്പെട്ടുള്ള അതിൻ്റെ അവസാന ഘട്ടത്തിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. ആരെങ്കിലും അത് ശ്രദ്ധിക്കാതെ പോകുന്നവരുണ്ടെങ്കിൽ, എന്തെങ്കിലും കാരണങ്ങൾ കൊണ്ട് വിട്ടുപോയവരൊക്കെ ഉണ്ടെങ്കിൽ 2 ദിവസങ്ങൾക്കുള്ളിൽ അത് എത്തിക്കേണ്ട ഇടത്ത് കൃത്യമായി പൂരിപ്പിച്ച് നൽകാൻ എല്ലാവരും ജാഗ്രത കാണിക്കുക. ആർക്കെങ്കിലും എന്തെങ്കിലും സഹായം ഇനിയും ആവശ്യമുണ്ടെങ്കിൽ മഹലുമായി ബന്ധപ്പെടണമെന്ന് പ്രത്യേകം ഈ വിഷയത്തിൽ സൂചിപ്പിക്കാം. ഒരു ജനാധിപത്യ രാജ്യത്ത്, ഒരു ജനാധിപത്യ വ്യവസ്ഥയിൽ, പ്രത്യേകിച്ചും ന്യൂനപക്ഷങ്ങളുടെയൊക്കെ അവകാശങ്ങൾ ഹനിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന, സ്ത്രീകളുടെയും കുട്ടികളുടെയും സ്വാതന്ത്ര്യത്തിന് വലിയ ഭംഗം വരുത്തിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിൽ ജനാധിപത്യത്തിൽ വോട്ടിനും അതുപോലെ തന്നെ അത്തരം കാര്യങ്ങൾക്കും വലിയ സ്ഥാനമുണ്ടെന്നും അധികാര കസേരകളിൽ നിന്ന് താഴെ ഇറക്കാനും അധികാര കസേരകളിലേക്ക് കയറ്റിയിരുത്താനൊക്കെ നൽകുന്ന ഒരു അവസരമാണ് നമുക്ക് ജനാധിപത്യ രാജ്യത്ത് ഇലക്ഷൻ എന്ന് പറയുന്നത്. ഇത്തരമൊരു സന്ദർഭങ്ങളിൽ നമുക്ക് ഓരോരുത്തർക്കും ഒരു രാഷ്ട്രീയം ചിന്താഗതിയും ഒക്കെ നമുക്കുണ്ടാകും. പക്ഷേ മറ്റുള്ളവരുടെ ദുനിയവിയായ ഉയർച്ചക്കും വിജയത്തിനും വേണ്ടി നമ്മൾ നമ്മുടെ പരലോകം കളയരുത്. ഇലക്ഷൻ വന്നാൽ പിന്നെ മതമൊന്നും പ്രശ്നമില്ല, പിന്നെ മതചിഹ്നങ്ങൾക്ക് വിലയില്ല, പിന്നെ മതത്തിന്റെ മര്യാദകളൊന്നും പാലിക്കാനില്ല, അതൊക്കെ രാഷ്ട്രീയല്ലേ എന്ന് പറഞ്ഞുകൊണ്ട് എല്ലാ വേണ്ടാത്തതിൻ്റെയും കുപ്പായം അണിയാൻ ഒരു മുസ്ലിമായ രാഷ്ട്രീയക്കാരന് പാടില്ല. അതിലേറ്റവും ശ്രദ്ധേയമായ ഒന്നാമത്തെ കാര്യം, നമ്മുടെ സംസാരത്തിൽ മറ്റൊരാളെക്കുറിച്ച്, മറ്റു എതിർ സ്ഥാനാർത്ഥിയെക്കുറിച്ച്, മറ്റേതെങ്കിലും പാർട്ടിയെക്കുറിച്ച് ഗീബത്ത്, നമീമത്ത് തുടങ്ങിയ ഗൗരവമായ പ്രയോഗങ്ങൾ വരാൻ പാടില്ല. ലൈംഗിക അപവാദങ്ങൾ യാതൊരു കാരണവശാലും സാക്ഷികളില്ലാതെ, തെളിവുകളില്ലാതെ പ്രചരിപ്പിക്കാൻ പാടില്ല. ഇത് എപ്പോഴത് ഏത് കാലഘട്ടത്തിലും നമുക്ക് ബാധകമാണ് എന്ന കാര്യം ഓർക്കുക. ഇമാം നബവി റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞ വാക്ക്, നഖ്ലു കലാമിൻ നാസി ബഅദിഹിം ഇലാ ബഅദ് അലാ ജിഹത്തിൽ ഇഫ്സാദി, ജനങ്ങളുടെ സംസാരം അവർക്കിടയിൽ കുഴപ്പമുണ്ടാക്കാനായി പരസ്പരം എത്തിക്കുന്ന പണിയാണ് നമീമത്ത്. നിനക്കത് ചെയ്യാൻ ഒരു അധികാരവുമില്ല. മഹദി അസ്മാഹ ബിൻതി യസീദ് റളിയല്ലാഹു അൻഹ ഉദ്ധരിക്കുന്ന ഹദീസ് ഈ സന്ദർഭത്തിൽ എല്ലാവരും ഒന്ന് മനസ്സിൽ വെക്കേണ്ട ഹദീസാണ്. വഖാല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, ഒരിക്കൽ നബി തങ്ങൾ പറയാണ്, അഫലാ ഉഖ്ബിറുക്കും ബിശറാരിക്കും, നിങ്ങളുടെ കൂട്ടത്തിലെ ഏറ്റവും ഷർറായവരെ കുറിച്ച് ഞാൻ പറഞ്ഞു തരട്ടെ. ഖാലു, അവിടുന്ന് സ്വഹാബത്ത് പറഞ്ഞു, നബിയെ ബലാ, പറഞ്ഞു തരൂ നബിയെ. ഒന്ന്, അൽ മശാഊന ബിൻ നമീമ, ഏഷണി പ്രചരിപ്പിച്ച് നടക്കുന്നവരാണ്.
എല്ലാ രംഗത്തും ബാധക. 2 അൽ മുഫ്സിദൂന ബൈനൽ അഹിബ്ബ, പരസ്പരം സ്നേഹിക്കുന്നവർക്കിടയിൽ ഫസാദ് ഉണ്ടാക്കുന്നവരാണ് ഭൂമിയിലെ ഏറ്റവും ശർറ് പിടിച്ച മനുഷ്യന്മാർ. 3 അൽ ബാഗൂൻ അൽ ബറാ അൽ അനത, നിരപരാധികളായവരുടെ നാശം കൊതിക്കുന്നവരാണ് ഭൂമിയിലെ ഏറ്റവും ശർറായവർ. നമ്മൾ ശർറിന്റെ ആളുകളായി മാറരുത്. മറ്റൊരു കാര്യം, തെരഞ്ഞെടുപ്പാണ്, ഇലക്ഷനാണ്. സ്ത്രീകൾക്ക് ഒരുപാട് സംവരണമുള്ള ഒരു സംവിധാനത്തിലാണ് നമ്മൾ മുന്നോട്ട് പോകുന്നത്. സ്ത്രീകൾ അവരുടെ മാന്യത പാലിക്കണം. അവരുടെ ഫോട്ടോകളും ചിത്രങ്ങളൊക്കെ വരുമ്പോൾ വല്ലാത്ത സൂക്ഷ്മത ആവശ്യമാണ്. അവർ പൊതുരംഗത്ത് ഇറങ്ങുമ്പോൾ പാലിക്കേണ്ട ഇസ്ലാമിക മര്യാദകൾ എല്ലാവരും പൊതുവിലായി പാലിക്കണമെന്ന് പ്രത്യേകം ഓർമ്മപ്പെടുത്തുകയാണ്. അധികാരമോഹം ഒരിക്കലും നമ്മുടെ ഒരാളുടെയും ഉള്ളിൽ കയറി വരരുത്. ആ കുപ്പായം മോഹിച്ച് നടക്കരുത്. കാരണം എന്താ? അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു, ഉമർ റളിയല്ലാഹു അൻഹു മജ്മഈൻ അവർക്ക് ഖലീഫ സ്ഥാനം കിട്ടിയവരാണ്. അവർ പലപ്പോഴും പറയും, എന്നെ ആക്കാതിരിക്കാൻ പറ്റുമോ? എന്നേക്കാൾ നല്ലത് അയാളല്ലേ, എന്നേക്കാൾ നല്ലത് ഇയാളല്ലെന്ന് മറ്റുള്ളവരെ ചൂണ്ടിക്കാണിക്കലായിരുന്നു പതിവ്. അതുകൊണ്ട് അധികാരമോഹം നമ്മുടെ മനസ്സിനകത്ത് കയറി വരാതിരിക്കുക. നിർബന്ധിതമായി ആ സ്ഥാനത്തേക്ക് എത്തേണ്ടി വന്നാലോ, ഇന്നകും സതഹരിസൂന അലൽ ലിമാറ, നിങ്ങൾ നേതൃത്വം കൊതിക്കുന്ന അവസ്ഥയാകരുത്. വസതകൂന നദാമതൻ യൗമൽ ഖിയാമ, നിങ്ങൾ ഖിയാമത്ത് നാളിൽ ഖേദിക്കുന്നവരായി മാറും. ആ രംഗം നമ്മുടെ മനസ്സിൽ ആ ഒരു മര്യാദയുണ്ടാവണം. മറ്റൊന്ന്, ഈ സന്ദർഭവുമായി ബന്ധപ്പെട്ട് അവിടെ കാണാൻ സാധിക്കും, നമുക്ക് ഏതൊരു മനുഷ്യനും ഈ പരലോക ജീവിതം വരാനുണ്ടെന്ന ബോധ്യത്തോടെയാണ് ദുനിയാവിൽ കിട്ടുന്ന ഏതേത് സ്ഥാനവും ഉപയോഗിക്കേണ്ടത്. ജനങ്ങൾക്ക് ഉപകരിക്കുന്ന ഖൈർ ചെയ്യുക, പാവങ്ങളെ സഹായിക്കുക, വർദ്ധിതരുടെ കൂടെ നിൽക്കുക, ഓരോരുത്തരുടെയും അവകാശങ്ങൾ മാനിക്കുന്ന രൂപത്തിൽ അവർക്ക് വേണ്ടത് ചെയ്തു കൊടുക്കുക. എന്താവണം ഉദ്ദേശം? എൻ്റെ ഫോട്ടോ വരണം അല്ല, ഞാൻ അറിയപ്പെടുന്നവനാവണം അല്ല, എനിക്കിതുകൊണ്ട് ഖൈറുണ്ടാവണം, എൻ്റെ പരലോകം വിജയിക്കണം, എനിക്ക് പ്രതിഫലം കിട്ടണം. വാഗ്ദാനങ്ങൾ നൽകി ജനങ്ങളുടെ ഇടയിൽ കബളിപ്പിക്കുന്നവനായി മാറാൻ പാടില്ല. ഒരു മുഅ്മിൻ ശ്രദ്ധിച്ചോളൂ. വഇദാ വഅദ ഖലഫ, കരാറ് പറഞ്ഞാൽ, വാഗ്ദാനം പറഞ്ഞാൽ ലംഘിക്കുന്നത് കാപട്യമാണ്. അത് സൂക്ഷിക്കാൻ, നമ്മിൽ വരാതിരിക്കാൻ. മറ്റൊന്ന്, ഈ സമയത്ത് ഇലക്ഷനുമായി ബന്ധപ്പെട്ട തിരക്കിട്ട ഓട്ടങ്ങൾ ഇനി 10 ദിവസങ്ങളിലേക്ക് വരുമ്പോൾ നിസ്കാരത്തിന് ആളില്ലാത്ത അവസ്ഥ വരരുത്. ഇപ്പൊ ജമാഅത്തൊന്നുമില്ല, ഇനി അതാണ് വലുത് അല്ല. നമ്മുടെ ജമാഅത്ത് നടക്കണം. നമ്മുടെ വീട്ടിലുള്ള മാതാപിതാക്കൾക്ക് പുണ്യം ചെയ്യൽ വലിയ കാര്യമാണ്. ഇതിൻ്റെ ഇടയിലും അത് വിട്ടുപോകരുത്. നമ്മുടെ നിർബന്ധമായ ബാധ്യതകൾ ഒരിക്കലും നഷ്ടപ്പെടാതിരിക്കാനും നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. അങ്ങനെ നമ്മുടെ ഈ ചെറിയ ദുനിയാവിൻ്റെ വിജയലാഭങ്ങൾക്ക് വേണ്ടി വരാനിരിക്കുന്ന വലിയ പരലോകം ഒരിക്കലും നഷ്ടമാകാതിരിക്കാൻ ഇടപെടുന്ന എല്ലാ മേഖലയിലും ഒരു സൂക്ഷ്മത പാലിക്കാൻ കഴിയണം. അല്ലാഹു നമുക്ക് ഈമാനുള്ള തഖ്വയുള്ള നല്ല ജീവിതം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. സഹോദരങ്ങളെ, നമ്മുടെ പ്രിയപ്പെട്ട സഹോദരൻ, നമ്മുടെ പഴയ ഖതീബ് CP സലീം സാഹിബിൻ്റെ പിതാവ് CP അബ്ദുള്ള സാഹിബ് ഇന്ന് രാവിലെ ഒരു മേജർ സർജറിക്ക് വേണ്ടി വിധേയനായിരിക്കുകയാണ്, ആശുപത്രിയിലാണുള്ളത്. അള്ളാഹു വളരെ വേഗത്തിൽ പൂർണ്ണമായി അദ്ദേഹത്തിന് ആരോഗ്യം തിരിച്ചു കൊടുത്ത് ഷിഫ ഉള്ള ജീവിതം നൽകി ആഫിയത്തുള്ള ഒരു വലിയ അവസരം അള്ളാഹു ഇനിയും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ ഖുർആൻ പഠിതാവ് റിയാസ് സാഹിബിൻ്റെ പെങ്ങൾ MBR ഹോസ്പിറ്റലിൽ ചികിത്സയിലാണ്. ദുആ കൊണ്ട് വസിയത്ത് പറഞ്ഞിട്ടുണ്ട്. അള്ളാഹു അദ്ദേഹത്തിൻ്റെ പെങ്ങളുടെ പൂർണ്ണമായ രോഗത്തിൻ്റെ ഷിഫ വേഗത്തിൽ അള്ളാഹു നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രിയപ്പെട്ട നമ്മുടെ പള്ളിയിലെ സ്ഥിര സാന്നിധ്യമായിരുന്ന അബ്ദുൽ ഖാദർ സാഹിബ്, അദ്ദേഹം കഴിഞ്ഞ ആഴ്ചയിൽ മരണപ്പെട്ടു. അള്ളാഹു അദ്ദേഹത്തിൻ്റെ മഗ്ഫിറത്തും മർഹമത്തും നൽകുമാറാകട്ടെ. അദ്ദേഹത്തിൻ്റെ കുടുംബത്തിന് ആശ്വാസവും ക്ഷമയും പ്രതിഫലവും അള്ളാഹു നൽകുമാറാകട്ടെ. നമ്മളൊക്കെ മരിക്കുമ്പോൾ ഈമാനോടെയുള്ള മരണം നമുക്ക് നൽകുമാറാകട്ടെ. നമ്മുടെ പ്രിയപ്പെട്ടവർ ആരുടെ മണ്ണിൽ ബർസഖിൻ്റെ ലോകത്ത് അനുഭവിക്കുന്ന ഓരോരുത്തർക്കും അള്ളാഹു സ്വർഗത്തിൻ്റെ കാഴ്ചകൾ കാണിച്ചു കൊടുക്കുമാറാകട്ടെ. എല്ലാവിധ അപകടങ്ങളിൽ നിന്ന്, ദുരന്തങ്ങളിൽ നിന്ന്, ആത്മഹത്യകളിൽ നിന്ന് നമ്മെ എല്ലാം അള്ളാഹു കാത്ത് രക്ഷിക്കുമാറാകട്ടെ. അള്ളാഹു നമ്മുടെ എല്ലാ സൽക്കർമ്മങ്ങളും സ്വീകരിക്കുമാറാകട്ടെ. നമ്മുടെ തെറ്റുകുറ്റങ്ങൾ പടച്ചറബ് പുറത്ത് മാപ്പ് നൽകുമാറാകട്ടെ. നമ്മുടെ ജീവിത മേഖലകളിലെല്ലാം അള്ളാഹുവേ, നീ ഞങ്ങൾക്ക് ഖൈറും ബറക്കത്തും പ്രദാനം ചെയ്യണമേ. ഞങ്ങളുടെ മക്കളിലൂടെ, ഇണകളിലൂടെ കൺകുളിർമ നൽകണമേ. അള്ളാഹുവേ, ഞങ്ങളുടെ നല്ല മുറാദുകൾ ഹാസിലാക്കി തരണമേ. അല്ലാഹുമ്മ ഗഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽ അഹ്യാഇ മിൻഹും വൽ അംവാത്ത്. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻത തവ്വാബുർ റഹീം. തവഫനാ മുസ്ലിമീന വഅൽഹിഖ്നാ ബിസ്സാലിഹീൻ. وصلى الله على نبينا محمد والحمد لله رب العالمين.